ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ട് മൈലാഞ്ചിടൽ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ കൈയിൻ്റെ ഉള്ളിൽ എന്തായാലും കോൺ മൈലാഞ്ചി ആയിരിക്കും ഇടുക. അപ്പോൾ നഖം ഒന്ന് ചുമപ്പിക്കാമെന്ന് കരുതിയിട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു മൈലാഞ്ചി നഖത്തിലിടുന്ന കോൺ മൈലാഞ്ചി വാങ്ങാമെന്ന്. അപ്പോൾ ഒരു കോണിന് വരുന്നത് 20 രൂപയായിട്ട്. അപ്പോൾ എനിക്ക് ഒരാളെ കൈമിട്ടാൽ പോരല്ലോ, ഞങ്ങൾക്ക് 4 ആൾക്ക് ഇടണം. പിന്നെ രണ്ടാളെ കയ്യിലേക്കുള്ളത് തികയില്ല, അത്രയില്ല ചെറിയ കോണിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ഇത് ചക്കര മൈലാഞ്ചി ഉണ്ടാക്കാം. ചക്കര മൈലാഞ്ചി ഉണ്ടാക്കി പാത്രം നാശമായി കഴിഞ്ഞാൽ പിന്നെ ഉമ്മച്ചിന്ന് ചീത്ത കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആ പ്ലാനും ഞാനവിടെ ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ല അടിപൊളി ചുമക്കുന്ന മൈലാഞ്ചി ഉണ്ടാകുമ്പോൾ ഈ കുറുക്ക് വഴിയിൽ കൂടെ ഒക്കെ പോകണം എന്താണെന്ന് കരുതിയിട്ട് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു മടിയായതുകൊണ്ട് ഈ അരക്കൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര വലിയ എളുപ്പമുള്ള പള്ളിയൊന്നുമല്ല. പിന്നെ ഉമ്മച്ചി പറഞ്ഞു ഇത്രയും നല്ല മൈലാഞ്ചി നമ്മളെ മുറ്റത്തുണ്ടാകുമ്പോൾ എന്തിനാ വേണ്ടാത്ത പണിക്ക് നിൽക്കുക, ഇത് പറിച്ച് അരച്ചാൽ പോരേന്ന്. അങ്ങനെ പിന്നെ എല്ലാവരും നിർബന്ധം വഴങ്ങി ഇതാ മൈലാഞ്ചി ഞാനും മക്കളും കൂടെ പറിച്ച് അരക്കാനിരിക്കുക കേട്ടോ. അപ്പോൾ മൈലാഞ്ചി നമ്മൾ അരക്കാൻ അമ്മീമിലാണ് അരക്കുന്നത്. മിക്സിയിൽ അരച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മിക്സിയിൽ ഞാൻ എപ്പോൾ അരച്ചാലും എനിക്ക് ഇങ്ങനെ നല്ല ഫൈൻ രൂപത്തിൽ അരിഞ്ഞ് കിട്ടില്ല. അപ്പം ഇന്ന് അമ്മിയും അരക്കാമെന്ന് ചോദിച്ചാൽ അമ്മി നമ്മളെ അങ്ങനെ എപ്പോഴൊന്നും അരക്കലില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും മരുന്ന് അരക്കാനും മൈലാഞ്ചി അരക്കാനും അങ്ങനെയൊക്കെയാണ് അമ്മി അരക്കില്ല. അപ്പോൾ അമ്മിയിൽ നമ്മളിപ്പോൾ ഒന്നും അരക്കലെന്നില്ലാതെ കൊണ്ട് അമ്പീൻ്റെ മൂർച്ചയൊക്കെ കുറേ പോയി. എന്നാലും ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് ആ സാഹസത്തിന് ഒരുങ്ങിയിട്ടോ. ഇത് ചൊക്കുന്ന വരെ നികത്തി ഇടണം കേട്ടോ. പെട്ടെന്ന് എടുക്കുന്നവർക്ക് മരം ഞാൻ തരൂലേ. കുളിച്ച് കഴിഞ്ഞിട്ട് വേണ്ട, കുളിക്കുന്നതിന് മുമ്പിട്ടാൽ നിങ്ങൾ കുളിച്ച് കഴിഞ്ഞിട്ട് നകത്ത് ഇട്ടിട്ട് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് കല്യാണം ആകുമ്പോഴത്തേനും നഖം നല്ല ചോക്കണമെങ്കിൽ എന്നും ഇടണം. ഇതിപ്പോൾ ഈ തൊള്ളയും കൊണ്ട് പറയുന്ന മാതിരി അത്ര എളുപ്പമുള്ള പണിയൊന്നല്ല കേട്ടോ അരക്കല്. ഞാനിതാ തുടങ്ങും ചെയ്ത് കുടുങ്ങിപ്പോയിട്ടോ. ഇലയാണെങ്കിൽ ചതഞ്ഞ് കളിക്കുക എന്നല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞിങ്ങോട്ട് കിട്ടുന്നില്ലേ. പറിച്ച് ഇല കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പച്ചിൻ്റെ നല്ല ചീത്ത കേൾക്കും ചെയ്യും. ഇപ്പച്ചി പറയും നമ്മൾ ഈ മൈലാഞ്ചീൻ്റെ ഇല പറിച്ച് കളയരുത് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുടങ്ങി കുടുങ്ങിയിട്ടത് അരച്ചിട്ട് തീരുന്നുമില്ല കേട്ടോ. ഞാനതാ വലിച്ച് നീട്ടി നല്ല സ്പീഡൊക്കെ കൂട്ടി അരക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും കരുതിപ്പോൾ ഇത് മൈലാഞ്ചിട്ട് നമുക്ക് പോലും ശരിയാവും എന്നുള്ള ബുദ്ധിമുട്ടും വേണ്ട. ചക്കര മൈലാഞ്ചിയും കോൺ മൈലാഞ്ചി കിട്ടുമ്പോൾ ആ ഒരു പേടിയാണല്ലോ നമുക്ക്, പോലും ശരിയായില്ലെങ്കിൽ പറ്റൂലല്ലോ എന്നുള്ള. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ വേഗം മൊത്തം കംപ്ലീറ്റ് അരക്കാൻ നിന്നു കേട്ടോ. ഞാൻ അമ്മിക്കുട്ടി ഇട്ട് അങ്ങോട്ടും കൊണ്ട് തട്ടി നീക്കിയിട്ട് ഇന്നെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി രണ്ടാളും നല്ല പാട്ടാണ്. പിന്നെ ഞാൻ അത് ഒരുവിധം വലിച്ച് നീട്ടി ഇത് അരച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഒരുവിധം നഖത്തിലിടാൻ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വേഗം ആ അമ്മി ഒന്ന് കഴുകി വൃത്തിയാക്കണം, അല്ലെങ്കിൽ നാളെ അരക്കുമ്പോഴത്തേക്കിന് അമ്മി ആകെ ഉണങ്ങിപ്പോവും. എൻ്റെ കൈ ആകെ മഞ്ഞ കളറായി കേട്ടോ. അപ്പം ഇനി ഇവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കുളിപ്പിച്ച് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ടാസ്ക് ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാക്കും പെട്ടെന്ന് തന്നെ. എൻ്റെ കൈയൊക്കെ കണ്ട മഞ്ഞ കളറാക്കി. ഇനിയിപ്പോൾ ഞാൻ മൈലാഞ്ചി ഇടുമ്പോഴത്തേക്കിന് ഈ കയ്യുമത്തെ മൈലാഞ്ചി മൊത്തവും ഞാൻ എങ്ങനെ പോക്കുകയെന്ന് എനിക്കല്ല. തിരുമ്പുമ്പോഴും പിന്നെ പാത്രം കഴിയുമ്പോഴൊക്കെ സോപ്പ് തട്ടുന്നതും കൊണ്ട് പിന്നെ പെട്ടെന്ന് പോയിക്കോളൂ. അങ്ങനെ അതാ മൈലാഞ്ചിയൊക്കെ അരച്ച് കഴിഞ്ഞു ഇതാണ്ട് എൻ്റെ കൈ ആകെ മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ രണ്ടാക്കും വേഗം മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഈ ഇട്ട് കൊടുക്കുന്ന ആവേശം തന്നെ ഉണ്ടാവുള്ളൂ. രണ്ടാക്കും മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞത് ഉണങ്ങാൻ വരെ സമയം ഉണ്ടാവില്ലേ. അത്ര പെട്ടെന്ന് തന്നെ ഓരോ ദൂരി കളിയുണ്ടോ. പിന്നെ അയച്ചു പിന്നെ ഇടാനേ സമ്മതിക്കുന്നില്ല. അങ്ങനെ നിയമോക്കും മിന്നുവിനൊക്കെ ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തും കൊണ്ടും പേടിക്കാണ്ട് നല്ല ധൈര്യത്തിലിടാൻ പറ്റുന്ന മൈലാഞ്ചി ആയിട്ട്. ഇത് കോൺ മൈലാഞ്ചിയും വെള്ള മൈലാഞ്ചിയും നല്ലതല്ല, പക്ഷേ നമ്മൾ അരച്ചിടുന്ന മൈലാഞ്ചീൻ്റെ ആ ഒരു ഇത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതിന് ചുമക്കാൻ വേണ്ടി ഇതിന് കൂടെ പുളി കൂട്ടി അരച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പറ്റ മറന്നു പോയിട്ട് പുളി കൂട്ടി അരക്കാൻ. അങ്ങനെ ഇതാ മൈലാഞ്ചിയൊക്കെ അരച്ച് കഴിഞ്ഞു. കുട്ടികൾ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഇടാൻ കേട്ടോ. അങ്ങനെ അതാ ഞാനും മൈലാഞ്ചി ഇട്ടേ. ഇപ്പോൾ ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇത്ര ചോന്നിട്ടുണ്ട്. പിന്നെ ഈ ഐശുവിൻ്റെ കരച്ചിലും കൊണ്ട് കുറേ നേരം വെക്കാൻ പറ്റില്ല. ഒന്ന് ഇടുമ്പോഴത്തേക്കിനും ഓള് കരയും. അപ്പോൾ ഉണങ്ങുന്നതിൻ്റെ മുമ്പ് എനിക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ ഇതാ 2 ഇടലിട്ട് ഇതാ ഇത്രയും ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ കല്യാണം ആകുമ്പോഴത്തേന് ബാക്കിയൊക്കെ നഖമൊക്കെ ഒന്ന് ചുമപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.